മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഈശോനാഥൻ ഒരു സിനഗോഗിൽ എത്തുമ്പോൾ അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്നുള്ള ചിന്തയോടെ ഫരിസേയർ ഈശോയോട് ചോദിക്കുകയാണ്, സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണോ? ഉടനെ തന്നെ ഈശോ പറയാണ്, സാബത്ത് ദിവസം നിങ്ങളുടെ ആരുടെയെങ്കിലും കന്നുകാലികളോ ആടുമാടുകളോ വല്ലതും കിണറ്റി വീണ് കഴിഞ്ഞാൽ ആരാണ് അതിനെ പിടിച്ചു കയറ്റാത്തത്? അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് ഈശോ പറയുക. എന്നിട്ട് ആ കൈ ശോഷിച്ചവൻ്റെ ആ കൈ നീട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ നേരെയാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തളർന്ന കൈകളുമായിട്ട് ഒരുവൻ നിൽക്കുകയാണ്. പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അവൻ്റെ കൈ തളർന്നതിനാൽ അവനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആഗ്രഹങ്ങളെ പ്രവർത്തികളാക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥ. ഈശോനാഥൻ ഇവിടെ എന്താ ചെയ്യുന്നത്? അവൻ്റെ ആഗ്രഹങ്ങളെ പ്രവർത്തികളാക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നന്നായിട്ട് അധ്വാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ്റെ ബലഹീനതയെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പലതും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ചില തളർച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലുണ്ടാവാം. ഈ തളർച്ച നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രവൃത്തിയിലെത്തണമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവം നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെ വിളിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുക. കാരണം മനുഷ്യൻ അത്രമാത്രം ബലഹീനനാണ്. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഫരിസേയർ നിയമത്തെ കാണുന്നത്, ഈശോ കാണുന്നതോ മനുഷ്യനെയാണ്, മനുഷ്യൻ്റെ കുറവിനെയാണ്. നിന്റെ ജീവിതത്തിൻ്റെ കുറവിനെ കാണുന്ന, നിന്നോട് കരുണ തോന്നുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു പക്ഷെ നിയമമായിരിക്കും കാണുന്നത്. നിന്നെ ഒരുപക്ഷെ മറ്റുള്ളവർ കുറ്റം വിധിക്കുന്ന നിയമത്തിൻ്റെ വഴികളിൽ നിന്നുകൊണ്ടാവാം. എന്നാൽ നിന്നെ കുറ്റം വിധിക്കാതെ, നിന്നെ കരുണയോടെ നോക്കുന്ന, കരുണയോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ ദൈവം നിനക്കുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ഈ ചിന്ത ഹൃദയത്തിലേക്ക് നീ സൂക്ഷിക്കുക. ഈശോനാഥൻ ഈ തളർവാദ രോഗിയോട് പറയുന്നത്, നിന്റെ കൈ നീട്ടുക. തളർന്ന കൈ നീട്ടാനാണ് പറയുന്നത്. നീട്ടിയപ്പോൾ അത് സൗഖ്യം പ്രാപിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തളർച്ചകൾ മാറാത്തതിൻ്റെ കാരണം എന്താ? ദൈവത്തിന് നീട്ടിക്കൊടുക്കാത്തതുകൊണ്ടാണ്. തളർന്നതിനെ നീട്ടാൻ പറയുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ട്. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, കർത്താവേ എൻ്റെ കൈ തളർന്നതാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നീട്ടൂന്ന്. അവനൊന്നും പറയുന്നില്ല. നീട്ടാൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കാര്യമാണ്. ഏതൊരു കാര്യത്തിനും നമ്മിൽ നിന്നൊരു പരിശ്രമം ഉണ്ടാവണം. വെറുതെ ഇരുന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മിൽ നിന്നൊരു പരിശ്രമം ദൈവത്തിന് മുമ്പിൽ കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ സുവിശേഷ ഭാഗമെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണോ, പരിശ്രമം നമ്മിൽ നിന്നുണ്ടാവണം. അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് നിൻ്റെ ജീവിതത്തെ, നിൻ്റെ അധ്വാനങ്ങളെ, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ട് നീ പരിശ്രമിച്ചിറങ്ങിക്കൂ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കൂടെ ഉണ്ടാവും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ബലഹീനതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരോരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലയിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. തടസ്സങ്ങളും ആപത്തുകളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.